SPCL ബോണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ആവശ്യമായ ധാരാളം അറിവുകൾ ലഭിക്കുന്ന ചാനലാണിത്. ഇതിനോടകം തന്നെ 38ഓളം വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. കെമിസ്ട്രിയുടെ വളർച്ചയും വികാസവും കാണിക്കുന്ന ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കിന്ന് +1 കെമിസ്ട്രി ക്ലാസ്സുകളിലെ 5 ചാപ്റ്ററുകളിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൻ്റെ 25 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ചർച്ച ചെയ്തിരുന്നു. തുടർന്നുള്ള 5 ചാപ്റ്ററുകളിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക. കിട്ടുന്നില്ല എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വിശദീകരണത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നുള്ളൂ. വിശദീകരണവും ശ്രദ്ധിച്ച ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഒരു നോട്ട്ബുക്കും പെന്നും തയ്യാറാക്കി വെക്കുക. ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം. തെർമോഡൈനാമിക്സ്, ഈക്വിലിബ്രിയം, ഹൈഡ്രജൻ, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നീ അധ്യായങ്ങളാണ്, ചാപ്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു. കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്നത് ഏത് ടേമാണ്? നമുക്കറിയാം, 2 കണ്ടീഷനിലാണ് സാധാരണ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഒന്നുകിൽ അത് കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിലായിരിക്കും. സോ കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർബ് ചെയ്യുമ്പോഴാണ് അതിന് എന്ത് പറയുക? എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ ഇ ഓർ ഡെൽറ്റ യു എന്ന് പറയുക. ഇനി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ അതിന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി ചേഞ്ച് ആണ്, അതായത് ഡെൽറ്റ എച്ച് ആണ്. അപ്പോൾ ആൻസർ ഇവിടെ ബി ആണ്. ഇനി ഇതിൽ അറിയാത്തത് ഏതാണ്? ഡെൽറ്റ എസ് എന്താണ്? ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ ഓരോ ടൈം എന്താണെന്ന് വിശദീകരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഡെൽറ്റ ജി എന്നാൽ എന്താണ്? ഫ്രീ എനർജി ചേഞ്ച് ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി അഥവാ ഇൻട്രിൻസിക് എനർജി എന്ന് പറയും. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിലും അടങ്ങിയിരിക്കുന്ന ആകെ ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റേണൽ എനർജി എന്ന് പറയുക. ഇത് ഏതൊക്കെയായിരിക്കും? ഇത് ആ സബ്സ്റ്റൻസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങി വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുഴുവൻ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും ആകെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീസിൻ്റെ സമ്മാണ് ഇ എന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി ഓർ ഇൻട്രിൻസിക് എനർജി. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ ബോഡി. എവറി സബ്സ്റ്റൻസ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടന്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി. മറ്റൊരു ടേമാണ് എൻട്രോപ്പി. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഡിസോർഡർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്, ക്രമരാഹിത്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ഡിസോർഡറിൻ്റെ അഥവാ റാൻഡംനെസ്സിൻ്റെ, ഖാവോസിൻ്റെ മെഷർമെൻ്റാണ് ശരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ്, അല്ലെങ്കിൽ മെഷർമെൻ്റാണ് ഏത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. ആ എൻട്രോപ്പിയുടെ ചേഞ്ചാണ് ഡെൽറ്റ എസ്. ഇനി വാട്ട് ഈസ് ഡെൽറ്റ ജി? അതിൽ ജി എന്താണെന്ന് നോക്കാം. അടുത്തത് ജി എന്താണെന്ന് നോക്കാം. ജി എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജിയാണ്, ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയും. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. ദ എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ഇൻ ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക് ഈസ് കോൾഡ് G, free energy. Now you got all the terms, so the answer is delta H. Okay, come to the second question. Heat of combustion of a substance is negative, positive, zero. You know, combustion means burning, ignition. സോ സബ്സ്റ്റൻസ് ക്യാൻ ബി ഇഗ്നൈറ്റഡ് ബൈ യൂസിങ് ഓക്സിജൻ. ഓക്സിജൻ ഉപയോഗിച്ച് നമുക്ക് വസ്തുക്കളെ കത്തിക്കാൻ കഴിയും. അങ്ങനെ കത്തുന്ന സമയത്ത് നമുക്കറിയാം, എപ്പോഴും ജ്വലിക്കുമ്പോൾ, കത്തുമ്പോൾ എന്താണ് പുറത്തു വരുന്നത്? താപോർജ്ജം പുറത്തു വരുന്നുണ്ട്, ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഡെൽറ്റ എച്ച് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം കമ്പഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് എക്സോതെർമിക് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഹീറ്റ് ഓഫ് കമ്പഷൻ, ഡെൽറ്റ എച്ച് കമ്പഷൻ ഈസ് നെഗറ്റീവ് ഓൾവേസ്. ഓക്കെ, നെഗറ്റീവ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം ഈസ് നോൺ ആസ്. വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. ഇറ്റ് ഈസ് നോട്ട് എൻട്രോപ്പി. എൻട്രോപ്പി ഇസ് ദ മെഷർ ഓഫ് ഡിസോർഡർ. ഇറ്റ് ഈസ് എൻതാൽപ്പി. അപ്പോൾ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? എൻതാൽപ്പിയാണ്. എച്ച് എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? യു അറിയാമെങ്കിൽ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഓർ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി, വേർ പി ഇസ് ദ പ്രഷർ and delta V is the change in volume. Okay. Next question. Internal energy does not include. ഇന്റേണൽ എനർജിയുടെ ഡെഫിനേഷനൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിലെ മുഴുവൻ പാർട്ടിക്കിൾസിൻ്റെയും ആകെ എനർജിയുടെ സമ്മാണ് ഇന്റേണൽ എനർജി. അപ്പോൾ ഇവിടെ ഇന്റേണൽ എനർജി ഏതാവില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതല്ല ഇന്റേണൽ എനർജിയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. കൈനറ്റിക് എനർജി വരും, റൊട്ടേഷണൽ എനർജി വരും, വൈബ്രേഷണൽ എനർജി വരും. ഈ 3 എണ്ണവും ഇലക്ട്രോൺസിന് പോലും പോസിബിൾ ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ,
ദെൻ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇതെല്ലാം ആഡ് ചെയ്തെടുക്കുക നമ്മൾ ചെയ്യുക. പക്ഷേ ഗ്രാവിറ്റേഷൻ എനർജി നമ്മളിവിടെ കൺസിഡർ ചെയ്യാറില്ല, അത് ഒഴിവാക്കാറാണ്. ഓക്കെ, അടുത്ത ചോദ്യം. An adiabatic expansion of an ideal gas always has. So adiabatic process എന്താണ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ് അഡിയാബാറ്റിക് പ്രോസസ്സ് നടക്കുക. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ഡൺ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, വർക്ക് ഡണ്ണിൽ ചേഞ്ച് ഉണ്ട്. അതായത് dW=0 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് 0 എന്ന് പറയുന്നത് ശരിയല്ല, കാരണം ഡെൽറ്റ എച്ച് എൻതാൽപ്പിയിൽ മാറ്റമുണ്ട്. അടുത്തത് ഇൻറ്റേർണൽ എനർജിയാണ്. എനർജി കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം വേരി ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഹീറ്റ് എനർജി കനോട്ട് എൻ്റർ ഇൻ ടു ദ സിസ്റ്റം, ഹീറ്റ് എനർജി കനോട്ട് ഗോ ഔട്ട് ഫ്രം ദ സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ അവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്, മാറ്റമുള്ളതാണ്. അത് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, വാട്ട് എവർ ബി, ഇറ്റ് ഈസ് നോട്ട് 0 അല്ല. അതായത് ഡെൽറ്റ ഇ =0 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ഉള്ളിലേക്കും വരുന്നില്ല, ഹീറ്റ് പുറത്തേക്കും പോകുന്നില്ല. ദാറ്റ് മീൻസ് dQ=0. ഇവിടെ dQ എന്ന് പറയുന്നത് ഹീറ്റ് ചേഞ്ച് ആണ്. ഹീറ്റ് ചേഞ്ച് 0 ആണ്, കാരണം ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റിന് എൻ്റർ ചെയ്യാൻ കഴിയുന്നില്ല, ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റിന് കിടക്കാനും കഴിയുന്നില്ല, ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് dQ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വർക്ക് ഡൺ ചേഞ്ച് ഉണ്ട്, എൻതാൽപ്പിയിൽ ചേഞ്ച് ഉണ്ട്, ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ട്. പക്ഷേ ഹീറ്റ് എനർജിക്ക് ഉള്ളിലേക്ക്, സിസ്റ്റത്തിനുള്ളിലേക്കും സിസ്റ്റത്തിന് പുറത്തേക്കും പോകാൻ കഴിയാത്തതുകൊണ്ട് dQ എന്ന ടേം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഈക്വിലിബ്രിയം. ഈക്വിലിബ്രിയം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈക്വിലിബ്രിയം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ഈക്വിലിബ്രിയം ദ റിയാക്ഷൻ ബിക്കംസ് ഇറിവേഴ്സിബിൾ. ശരിയാണോ? അല്ല, റിവേഴ്സിബിൾ ആണ് അല്ലേ. ഓക്കെ, സെക്കൻഡ് പാർട്ട്, the concentration of reactants is equal to that of the product. No, that is not correct. The reaction proceeds to completion. Equilibrium reaction complete ആവുന്നുണ്ടോ? ഇല്ല. Even at equilibrium both forward and backward reactions are going on. അപ്പോൾ അതുകൊണ്ട് ഡൈനാമിക് ആണ്, റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അടുത്ത നാലാമത്തെ ചോയ്സ്, the concentration of reactants and products becomes constant. That's okay, കാരണം കോൺസെൻട്രേഷൻ മാറുന്നില്ല. റിയാക്ടൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആയിട്ടും പ്രൊഡക്ട്സ് റിയാക്ടൻസുമായി മാറിയിട്ടാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷനിൽ എന്തില്ല, മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഡി. ഇക്വിലിബ്രിയത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് സപ്പോർട്ട് ദ ഫോർമേഷൻ ഓഫ് SO3 ഫ്രം SO2? Which of the following factors does not support the formation of SO3 from SO2? SO2-ൽ നിന്ന് SO3 ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ താഴെ പറയുന്നത് ഏത് ഫാക്ടറാണ് സപ്പോർട്ട് ചെയ്യാത്തത്? നോക്കാം. നമുക്ക് SO2-ൽ നിന്ന് SO3 ഉണ്ടാകുന്ന ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. SO2 + O2 റിവേഴ്സിബിളി ഗീവ്സ് SO3. അപ്പോൾ 2SO2 + O2 റിവേഴ്സിബിളി ഗീവ്സ് 2SO3, ബാലൻസ്ഡ് ഇക്വേഷൻ. ഇപ്പോൾ ഈ ഇക്വേഷനിൽ എല്ലാം ഗ്യാസ് ആണ് അല്ലേ. SO3, SO2 ആൻഡ് O2 ഓൾ ആർ ഗ്യാസസ്. അപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് റിയാക്ടൻസ് സൈഡിലുള്ള ഗ്യാഷ്യസ് വോളിയം ടോട്ടൽ എടുത്താൽ എങ്ങനെ കിട്ടും? റിയാക്ടൻസ് സൈഡിൽ എത്ര വോളിയം റിയാക്ടൻസ് ഉണ്ട്? എത്രയുണ്ട്? 3 വോളിയംസ് ഉണ്ട്. 2 + 1 3 വോളിയം. പ്രൊഡക്റ്റ് സൈഡിലോ 2 വോളിയം. അപ്പോൾ ദർ ഇസ് എ ഡിക്രീസ് ഇൻ വോളിയം ഫ്രം റിയാക്ടൻസ് ടു പ്രോഡക്ട്സ്. റിയാക്ടൻസ് നിന്ന് പ്രൊഡക്ട്സിലേക്ക് മാറുന്ന സമയത്ത് ദർ ഇസ് എ ഡിക്രീസ് ഇൻ വോളിയം. അപ്പോൾ ഡിക്രീസ് ഇൻ വോളിയം ആയതുകൊണ്ട് ഹൈ പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക? റിയാക്ഷൻ റേറ്റ് കൂടും. അപ്പോൾ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് സപ്പോർട്ടിൽ ഏത് വരുന്നില്ല? ഹൈ പ്രഷർ വരുന്നില്ല. ഹൈ പ്രഷർ ഇവിടെ ആവശ്യമാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. അടുത്ത ലോ ടെമ്പറേച്ചർ. SO2 SO3 ആവുന്ന പ്രോസസ്സ് എക്സോതെർമിക് പ്രോസസ്സാണ്. 2SO2 + O2 റിവേഴ്സിബിളി ഗീവ്സ് 2SO3 എന്ന് പറയുന്ന ഇക്വേഷനിൽ തെർമോകെമിക്കൽ ഇക്വേഷൻ ആണെങ്കിൽ ഒരു സെമി കോളൻ ഇട്ട് ഡെൽറ്റ H = എന്നുകൂടി നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ഡെൽറ്റ H വാല്യൂ വരുന്നത് -192.5 kJ ആണ്. 2 + 1 3 മോൾസ് റിയാക്ടൻസും 2 മോൾസ് പ്രൊഡക്റ്റും ഉള്ളത്. ഹീറ്റ് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഹീറ്റ് പുറത്തു പോവുക മീൻസ് എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ എക്സോതെർമിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടതില്ല? ഹൈ ടെമ്പറേച്ചർ കൊടുക്കേണ്ടതില്ല. ലോ ടെമ്പറേച്ചറിൽ തന്നെ ഈ റിയാക്ഷൻ നടക്കും. ചോയ്സ് സി നോക്കാം. റിമൂവൽ ഓഫ് SO3 മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. കാരണം പ്രൊഡക്റ്റ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള ടെൻഡൻസി റിയാക്ഷൻ കാണിക്കും. അതാണ് ലേ ഷട്ടിൽ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ലേ ഷട്ടിൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇഫ് യു ആർ റിമൂവിങ് ദ പ്രോഡക്ട്സ് മോർ റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ടു പ്രോഡക്ട്സ്. അപ്പോൾ അതും ഫേവറബിൾ ആണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഡി നോക്കാം. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയില്ലയോ? സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫോർമേഷൻ ഓഫ് SO3 ഫ്രം SO2-ൽ നമുക്ക് വേണ്ടത് എന്താണ്? കൂടുതൽ റിയാക്ടൻസ് കൊടുക്കുകയാണെങ്കിൽ റിയാക്ഷൻ റേറ്റ് കൂടുക ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ചോയ്സ് ഡിയിൽ പറയുന്നത്. ദാറ്റ് കനോട്ട് സപ്പോർട്ട് ദ ഫോർമേഷൻ ഓഫ് SO3. ഓക്കെ, സോ ആൻസർ ഈസ് ഡി. ഇക്വിലിബ്രിയത്തിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. KP ആൻഡ് KC ആർ റിലേറ്റഡ് ബൈ. എന്താ KP എന്ന് പറഞ്ഞാൽ? KP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. പക്ഷേ അത് ഗ്യാഷ്യസ് റിയാക്ടൻസും ഗ്യാഷ്യസ് പ്രൊഡക്ട്സും ഒക്കെ ആവുന്ന സമയത്താണ് നമ്മളത് KP പറയുക. ഇനി അത് സൊല്യൂഷൻസ് ആണ്, റിയാക്ടൻസും പ്രൊഡക്ട്സ് എല്ലാം സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്? KC എന്ന് പറയുന്നത്.
അപ്പോൾ കെ പിയും കെ സിയും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്നാണ്. ചോയ്സ് എ നോക്കാം. കെ സി ഇസ് ഈക്വൽ ടു കെ പി ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ബി നോക്കൂ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. സി എന്താണ്? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി. ടി വ്യത്യാസമുണ്ട്. ഇനി ഡി നോക്കൂ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ബൈ ആർ ടി. അപ്പോൾ ഇതിൽ ടേംസ് എല്ലാം നിങ്ങൾക്കറിയാം. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ ടി എന്നിട്ടിരിക്കുന്ന ടൈം ആയിരിക്കും. പിന്നെ ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഒരു ടേം കൂടിയുണ്ട്. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ് അല്ലേ. വാതക ഉൽപ്പന്നങ്ങളുടെ നമ്പർ ഓഫ് മോൾസ് മൈനസ് വാതക അഭികാരങ്ങളുടെ നമ്പർ ഓഫ് മോൾസ്. അത് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ്, ഗ്യാഷ്യസ് ഫോമിലുള്ള പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ഗ്യാഷ്യസ് ഫോമിലുള്ള റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അതാണ് എന്ത്? ഡെൽറ്റ എൻ. അപ്പോൾ പറയൂ, ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. സോ ആൻസർ ഈസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പി എച്ച് എന്ന് പറയുന്നത്. ഈ പി എച്ച് എന്ന് പറയുന്ന ടേം വരുന്നത് എവിടെ നിന്നാണ് നിങ്ങൾക്കറിയാം. ഇത് ശരിക്കും അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് എറൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 10⁻⁻14 എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. അപ്പോഴാണ് നമ്മൾ അത് നെഗറ്റീവ് ലോഗരിതത്തിലേക്ക് മാറ്റുന്ന സമയത്ത് 7 + 7 = 14 എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ്. രണ്ടാമത്തെ 7 എന്ന് പറയുന്നത് OH മൈനസ് കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ്. ഏതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത്? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അതാണ് പി എച്ച് എന്ന് പറയുന്നത്. പൊട്ടൻസ് ഹൈഡ്രജൻ എന്ന കൺസെപ്റ്റാണ് സോറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വികസിപ്പിച്ചെടുത്ത പി എച്ച് സ്കെയിലിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി എച്ച് ഓഫ് 0.1 മോളാർ HCl ഈസ്. അപ്പോൾ നമുക്കിവിടെ അറിയാം HCl ആസിഡാണ്. ആസിഡിൻ്റെ പി എച്ച് എന്തായാലും 7 താഴെയായിരിക്കും. അപ്പോൾ 7 അല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനി നോക്കാം, HClൻ്റെ മൊളാരിറ്റിയാണ് തന്നിരിക്കുന്നത്. HClൻ്റെ മൊളാരിറ്റി 0.1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി H+ അയോണിൻ്റെ കോൺസെൻട്രേഷനും 0.1 മോളാർ ആയിരിക്കും. അപ്പോൾ H+ അയോൺ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആണെങ്കിൽ പി എച്ച് കാണാനുള്ള നെഗറ്റീവ് ലോഗ് H+ കോൺസെൻട്രേഷൻ എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ എങ്ങനെ വരും? നെഗറ്റീവ് ലോഗ് ഇൻറ്റു 0.1നെ നമുക്ക് എങ്ങനെ പറയാം? 10⁻⁻1 എന്ന് പറയാം അല്ലേ. അപ്പോൾ നെഗറ്റീവ് ലോഗ് 10⁻⁻1. ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എങ്ങനെ വരിക? പവർ -1 ആണ്, പവർ മുന്നിലേക്ക് വരും. അപ്പോൾ എങ്ങനെ വരും? നെഗറ്റീവ് പുറത്തിടുക, ബ്രാക്കറ്റിൽ -1 log 10. log 10 എത്രയാണ്? 1 ആണ്. അപ്പം നെഗറ്റീവ് ഓഫ് -1 എത്ര? +1. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ പി എച്ച് ഓഫ് 0.1 മോളാർ HCl 1 ആണ്. സോ ആൻസർ ഈസ് എ. ആ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് അനദർ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ ഈസ് കോൾഡ്. നമുക്കറിയാം അതേതാണത്? കോമൺ അയോൺ എഫക്റ്റ് ആണ്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ മറ്റൊരു ഇലക്ട്രോലൈറ്റ് ചേർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യാണ്. അപ്പോൾ സപ്രസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ചേർത്തിയ ഇലക്ട്രോലൈറ്റിലും ആദ്യത്തെ ഇലക്ട്രോലൈറ്റിലും ഒരു കോമൺ അയോൺ ഉണ്ടായിരിക്കും. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഡിസോസിയേഷൻ്റെ റേറ്റ് കുറയുന്നത്. കാരണം ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ റൈസ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുകയും റിയാക്ഷൻ്റെ റേറ്റ് സപ്രസ് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് കോമൺ അയോൺ എഫക്റ്റ്. ഇനി സൊല്യൂബിലിറ്റി നിങ്ങൾക്കറിയാം. അയോണൈസേഷനുമായിട്ട് ഇത് ഡിസോസിയേഷൻ തന്നെയാണ് ഒരു പരിധിവരെ അയോണൈസേഷൻ എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ അല്ല ഇവിടുത്തെ ആൻസർ. സോ ആൻസർ ഈസ് കോമൺ അയോൺ എഫക്റ്റ്. ഇറ്റ്സ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. അടുത്ത സെക്ഷൻ. ഇനി നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് നോക്കാം. ഹൈഡ്രജനിൽ 5 ചോദ്യങ്ങളാണുള്ളത്. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ 5 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ന്യൂട്രോൺസ് ആർ ദർ ഇൻ ട്രീഷ്യം? എന്താണ് ട്രീഷ്യം? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഈ 3 ഏതാണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അപ്പോൾ ഹൈഡ്രജനിൽ എത്ര ന്യൂട്രോൺ ഉണ്ട്? പ്രോട്ടിയം എന്ന ഹൈഡ്രജനിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? ഒരു ന്യൂട്രോണും ഇല്ല. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത എലമെൻ്റാണ് ഇത് ഹൈഡ്രജൻ. പക്ഷേ അതിൻ്റെ ഒരു ഐസോട്ടോപ്പ്, ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിൽ ഒരു ന്യൂട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ്റെ അടുത്ത ഐസോട്ടോപ്പാണ് ഏത്? ട്രീഷ്യം. അതിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 2 ന്യൂട്രോൺസ് ഉണ്ട്. സോ 2 ന്യൂട്രോൺസ് ആർ ദർ ഇൻ ട്രീഷ്യം. സോ ആൻസർ ഈസ് സി. ക്വസ്റ്റ്യൻ 2, വിച്ച് മെറ്റൽ cannot produce hydrogen from dilute HCl acids? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഏത് മെറ്റലിനാണ് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത്, ഉണ്ടാക്കാൻ കഴിയാത്തത്? നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഇല്ലേ, ക്രിയാശീല ശ്രേണി എന്ന് പറയും. ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ സോഡിയം, സിങ്ക്, അലുമിനിയം ഈ 3ഉം ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. ഈ മെറ്റൽസിന് ഹൈഡ്രജനെ HCl നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും. എന്നാൽ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. സോ കോപ്പർ ആണ് ഇവിടുത്തെ ആൻസർ. ദ മെറ്റൽ വിച്ച് cannot produce hydrogen from dilute HCl is copper. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം,
നമുക്കറിയുന്ന ഒരു ചോദ്യമാണ്, പല തവണ നമ്മൾ ചർച്ച ചെയ്താണ്, നമ്മുടെ ഇതിന് മുൻപത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. വാട്ടർ ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ്, എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ ആണ് അല്ലേ. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറാണ് വാട്ടർ ഗ്യാസ്, സിൻ ഗ്യാസ് എന്നൊക്കെ പറയും. ഇനി കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിക്സ്ചറിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് പ്രൊഡ്യൂസർ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഹൈഡ്രജൻ. വാട്ടർ ഗ്യാസ് ഈസ് ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു. നമുക്കറിയാം സോപ്പ് പതയ്ക്കാത്ത വെള്ളത്തെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുക. കഠിനജലം, മൃദുജലം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കാഠിന്യത്തിന് കാരണം, ഹാർഡ്നെസ്സിന് കാരണം എന്താണെന്ന് നോക്കണം. അതിനു മുൻപ് രണ്ട് തരം ഹാർഡ്നെസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻ്റ് ഹാർഡ്നെസ്സും. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സിനും പെർമനൻ്റ് ഹാർഡ്നെസ്സിനും കാരണമായ കാറ്റയോൺസ് ഒരേ മെറ്റൽസിൻ്റെ തന്നെയാണ്. ഏതാണത്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും. അപ്പോൾ ഇവിടെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഇനി ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റുകളാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം. പെർമനൻ്റ് ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ സൾഫേറ്റുകളോ ക്ലോറൈഡുകളോ ആണ്. സോ ആൻസർ ഈസ് ബി, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്ന് അറിയാം അല്ലേ? ആണവ നിലയങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ ആണവ നിലയങ്ങളിൽ ന്യൂട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഫിഷണബിൾ ആയിരിക്കുന്ന ഒരു ന്യൂക്ലിയസിലേക്ക് ബോംബാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷണബിളായ യുറേനിയം പോലെയുള്ള ന്യൂക്ലിയസുകളിലേക്ക് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കുന്ന ന്യൂട്രോൺസിനെ അയച്ചിട്ടാണ് നമ്മൾ ബോംബാർഡ് ചെയ്യിപ്പിക്കുക, കൂട്ടിയിടിപ്പിക്കുക. എന്നിട്ടാണ് അത് ഫിഷൻ നടന്ന് മറ്റ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ സമയത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് വാട്ടർ ബോയിൽ ചെയ്യിപ്പിച്ച് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേഷനാണ് എന്ത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അതായത് ന്യൂക്ലിയർ റിയാക്ടർ. ഇനി അവിടെ റിസർച്ചും നടക്കുന്നുണ്ട് ധാരാളം. മറ്റ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനും ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് ഉണ്ടാക്കാനൊക്കെയുള്ള റിസർച്ചൊക്കെ നടക്കുന്നത് അത്തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ്. ന്യൂട്രോൺസ് വളരെ ഫാസ്റ്റാണ്, പക്ഷേ ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? മോഡറേറ്റേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മോഡറേറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. സോഫ്റ്റ് വാട്ടർ ആണോ, ഹാർഡ് വാട്ടർ ആണോ, ഹെവി വാട്ടർ ആണോ? ഇനി വേറൊരു സാധനം DM വാട്ടർ, ഡീമിനറലൈസ്ഡ് വാട്ടർ എന്ന് പറയും, അതാണോ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഹെവി വാട്ടറാണ് ഉപയോഗിക്കുന്നത്. D2O എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഡ്യൂട്ടീരിയം എന്ന ഐസോട്ടോപ്പ് ഉൾക്കൊള്ളുന്ന വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹെവി വാട്ടർ എന്ന് പറയുക. ആ ഹെവി വാട്ടറാണ് ഇവിടെ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് സി. അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നു, യെസ് ബ്ലോക്ക് എലമെന്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, ലിഥിയം ക്യാൻ ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത്. ഏത് മെറ്റലുമായിട്ടാണ് ലിഥിയം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? സെക്കൻഡ് പീരീഡിലെയും തേർഡ് പീരീഡിലെയും അടുത്തടുത്ത രണ്ട് ഗ്രൂപ്പുകളിലെ രണ്ട് എലമെൻറ്റ്സ് ഡയഗണലി കാണിക്കുന്ന റിലേഷൻസിനെയാണ് ഡയഗണൽ റിലേഷൻ എന്ന് പറയുക. ധാരാളം പ്രോപ്പർട്ടീസിൽ റിലേഷൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ലിഥിയം ഏത് എലമെൻറ്റുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? മഗ്നീഷ്യവുമായിട്ടാണ്. ലിഥിയം ഏത് ഗ്രൂപ്പിലാണ്? ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിലാണ്? സെക്കൻഡ് ഗ്രൂപ്പിലാണ്. ലിഥിയം ഏത് പീരീഡിലാണ്? സെക്കൻഡ് പീരീഡിലാണ്. മഗ്നീഷ്യം ഏത് പീരീഡിലാണ്? തേർഡ് പീരീഡിലാണ്. അപ്പോൾ അടുത്തടുത്ത രണ്ട് ഗ്രൂപ്പുകളിലെ തൊട്ടടുത്ത രണ്ട് പീരീഡുകളിലെ എലമെൻറ്റ്സ് കാണിക്കുന്ന ഈ റിലേഷനാണ് എന്ത്? ഡയഗണൽ റിലേഷൻ. അപ്പോൾ ഇവിടെ ലിഥിയം മഗ്നീഷ്യവുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഏതൊക്കെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which can form nitrite on heating? സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം. ഡയഗണൽ റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയത്ത് ലിഥിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഡയഗണൽ റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റ് ആൽക്കലി മെറ്റലുകളെ പോലെയല്ല ലിഥിയത്തിന് നൈട്രജനുമായി ചേർന്നിട്ട് Li3N എന്ന ലിഥിയം നൈട്രേറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ മഗ്നീഷ്യത്തിനും നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മഗ്നീഷ്യത്തിൻ്റെ നൈട്രൈറ്റ് ഉണ്ടാക്കാൻ കഴിയും. സോ 3Mg + N2 gives Mg3N2 മഗ്നീഷ്യം നൈട്രൈഡ് ഉണ്ടാക്കാൻ കഴിയും. ഹീറ്റ് ചെയ്യുമ്പോഴാണത്. അപ്പോൾ ഇവിടെ ഏതാണ് എലമെൻറ്റ്? മഗ്നീഷ്യം. വിച്ച് ക്യാൻ ഫോം നൈട്രൈറ്റ് ഓൺ ഹീറ്റിംഗ്? മഗ്നീഷ്യം. അടുത്ത ചോദ്യം, വിച്ച് ക്യാൻ ഇമ്പാർട്ട് ക്രിംസൺ കളർ ടു ദ ഫ്ലെയിം? ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ട് നമ്മൾ എടുത്തിട്ട് വാച്ച് ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl ഒഴിച്ച് ഗ്ലാസ് റോഡ് കൊണ്ട് പേസ്റ്റ് പോലെയാക്കി ആ പേസ്റ്റ് എടുത്ത് നമ്മൾ ബുൺസൺ ബർണറിൻ്റെ നോൺ ലൂമിനസൻറ്റ് പാർട്ട് ഓഫ് ദ ഫ്ലെയിമിൽ വെക്കും. ആ സമയത്ത് ആ ഫ്ലെയിമിൻ്റെ താഴ്ഭാഗത്താണ് വെക്കുക. ആ ഫ്ലെയിമിന് ഒരു സൈഡിൽ ഒരു കളർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് സാധാരണ കാൽസ്യത്തിനും ബേരിയത്തിനും ഒക്കെ ഈ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ലിഥിയം 4 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, മെറ്റൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോൾട്ടുകൾ
ഇതേപോലെ നമ്മൾ ശോധനാ പരീക്ഷണം ചെയ്യുന്ന സമയത്ത്, ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോഡിയത്തിനാണോ പൊട്ടാസ്യത്തിനാണോ കാൽസ്യത്തിനാണോ ലിഥിയത്തിനാണോ ക്രിംസൺ കളർ ഡെവലപ്പ് ചെയ്യുന്നത്? അത് ഡെവലപ്പ് ചെയ്യുന്നത് ലിഥിയത്തിനാണ്. അപ്പോൾ ലിഥിയത്തിനാണ് ഏത് കളർ ഡെവലപ്പ് ചെയ്യുക? ക്രിംസൺ കളർ ഡെവലപ്പ് ചെയ്യുക. സോഡിയം മഞ്ഞ കളറാണ് കൊടുക്കുന്നത്, യെല്ലോ കളർ. പൊട്ടാസ്യം വയലറ്റ് കളർ കൊടുക്കും. കാൽസ്യം ബ്രിക്ക് റെഡ് കളറാണ് ഫ്ലെയിമിന് കൊടുക്കുന്നത്. ലിഥിയം ക്രിംസൺ കളറാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് കളർ ഉണ്ടാകുന്നതെന്ന് അറിയില്ലേ? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആറ്റങ്ങളിലെ ലോവർ എനർജിയിലുള്ള ഇലക്ട്രോൺസ്, ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസ് അപ്പർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ഡി എക്സൈറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഡി എക്സൈറ്റ് ചെയ്യും. വെൻ ദീസ് എക്സൈറ്റഡ് ഇലക്ട്രോൺസ് കം ബാക്ക് ടു ദെയർ ഒറിജിനൽ എനർജി ലെവൽ, ദ എമിറ്റ് റേഡിയേഷൻസ്. ആ റേഡിയേഷൻസ് ഏത് ഫ്രീക്വൻസിയിലാണോ, ഏത് വേവ് ലെങ്ത്തിലാണോ കാണുന്നത്, വിസിബിൾ റീജിയനിൽ ഏത് വേവ് ലെങ്ത്തിലാണോ കാണുന്നത്, ആ കളറായിരിക്കും ആ ഫ്ലെയിമിന് ഇമ്പാർട്ട് ചെയ്യുക. അതാണ് ഫ്ലെയിം കളറേഷൻ്റെ റീസൺ. അപ്പോൾ ഇവിടെ ആൻസർ ലിഥിയം. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ സിമെൻറ്റ്? സിമെൻറ്റിൽ കാണപ്പെടാത്തത് ഇത് ഏതാണ്? സിമെൻറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ അതിൻ്റെ റോ മെറ്റീരിയൽസിൽ പെടുന്ന തരത്തിലായാലും നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ആലമുണ്ട്, ജിപ്സം ഉണ്ട്, ക്ലേ ഉണ്ട്, അലുമിനിയം ഉണ്ട്. അപ്പോൾ ജിപ്സം സിമെൻറ്റ് ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അലുമിനിയം സിലിക്കേറ്റും പിന്നെ ക്ലേ എന്ന് പറഞ്ഞാൽ അലുമിനിയം സിലിക്കേറ്റാണ് മെയിനായിട്ട്. അപ്പോൾ ക്ലേയും അലുമിനിയം ജിപ്സവും സിമെൻറ്റിൻ്റെ പാർട്ട് തന്നെയാണ്. പക്ഷേ ആലം ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് സിമെൻറ്റ്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണി പോസിറ്റീവ് മെറ്റൽ കാറ്റയോണിൻ്റെയും ഒരു ട്രൈ പോസിറ്റീവ് മെറ്റൽ കാറ്റയോണിൻ്റെയും സൾഫേറ്റുകളുടെ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ടാണ് ആലം. അപ്പോൾ ശരിക്കും ഒരു ഡബിൾ സൾഫേറ്റ് ആണ്. ശരിക്കും ഡബിൾ സൾഫേറ്റ് കണ്ടെയ്നിങ് 24 വാട്ടർ മോളിക്യൂൾസ് ആണ് ആലം എന്ന് പറയുന്നത്. സോഡ ആലം, പൊട്ടാഷ് ആലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ സൾഫേറ്റ്, അലൂമിനിയത്തിൻ്റെ സൾഫേറ്റ് ഡോട്ട് 24 വാട്ടർ മോളിക്യൂൾസ് ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആലം കിട്ടുന്നത്. നല്ലൊരു അണുനാശകമാണ്. ഷേവിംഗ് ഒക്കെ ചെയ്ത ശേഷം മുഖത്ത് പുരട്ടുന്ന കല്ല് പോലത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ആലം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സിമെൻറ്റിൽ ചേർക്കാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലേതാണ്? ആലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജിപ്സം ഓൺ ഹീറ്റിംഗ് അപ് ടു 390 കെൽവിൻ ഗിവ്സ്. ജിപ്സം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാൽസ്യം സൾഫേറ്റ് 2H2O ആണ് ജിപ്സം. ജിപ്സത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പ്ലാസ്റ്റർ പാരീസ് ഉണ്ടാക്കുന്നത്. എങ്ങനെ? ബൈ ഹീറ്റിംഗ് അപ് ടു 390 കെൽവിൻ. അപ്പം 390 കെൽവിനോളം ചൂടാക്കുന്ന സമയത്ത് കാൽസ്യം സൾഫേറ്റ് 2H2Oയിലെ വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകാം. കുറഞ്ഞ എണ്ണം വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ബാലൻസ് വരുന്ന മെറ്റീരിയലാണെന്ത്? കാൽസ്യം സൾഫേറ്റ് ½ H2O, അതായത് പ്ലാസ്റ്റർ പാരീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ്? സി, കാൽസ്യം സൾഫേറ്റ് ½ H2O. പ്ലാസ്റ്റർ പാരീസ് എല്ലാവർക്കും അറിയാലോ അല്ലേ? ആ പ്ലാസ്റ്റർ പാരീസിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് സാധാരണ എക്സാമിനേഷന് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ജിപ്സമാണ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജിപ്സവും പ്ലാസ്റ്റർ പാരീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഓക്കെ, പ്ലാസ്റ്റർ പാരീസിനെ കുറിച്ചുള്ള വളരെ നല്ലൊരു വിശദീകരണം നമ്മുടെ മുൻ വീഡിയോകളിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതിലെ ആദ്യത്തെ ചോദ്യം. പൈറക്സ് ഗ്ലാസ് ക്യാൻ ബി പ്രിപ്പേർഡ് ബൈ ആഡിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? പൈറസ് ഗ്ലാസ് ഉണ്ടാക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ചേർത്തിയിട്ടാണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7, പൊട്ടാസ്യം കാർബണേറ്റ് K2CO3, ബൊറാക്സ് അതായത് Na2B4O7 10H2O, ബൊറാക്സ് Na2B4O7 10H2O. ഈ ബൊറാക്സ് കിട്ടുന്നത് ടിങ്കാൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നിന്നാണ്, അല്ലെങ്കിൽ കൊളമനൈറ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നാണ് ബൊറാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ബൊറാക്സ് ആണോ ചേർക്കുന്നത്? ഇനി മറ്റൊന്ന് ഡി ആണ്, ലെഡ് ഓക്സൈഡ്, PbO2 ആണ്. ലെഡ് ഡയോക്സൈഡ് ആണ്, ശരിക്കും അത് PbO2 ആണ്. അപ്പോൾ ഇവിടെ ഇതിലേതാണ് പൈറസ് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്? നമുക്കറിയാം ബൊറാക്സ് ആണ് പൈറസ് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഗിവ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഗ്രാഫൈറ്റ്. നമുക്കറിയാം കാർബണിൻ്റെ അലോട്രോപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്കറിയാം. അത് ലേഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, നല്ലൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി, ഗ്രാഫൈറ്റിൻ്റെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി, ഇറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ കാർബണിൻ്റെ വാലൻസി നമുക്കറിയാം 4 ആണ്. അതിൽ 4 ഇലക്ട്രോണുകളും ബോണ്ടിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്കറിയാം ഗ്രാഫൈറ്റ് നല്ലൊരു കണ്ടക്ടർ ആകണമെങ്കിൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് വേണം. അപ്പോൾ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ 4 ഇലക്ട്രോൺസും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ 4 ഓർബിറ്റൽസിൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺസ് പോകരുത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കില്ല, മറിച്ച് ഏതായിരിക്കും? sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഗ്രാഫൈറ്റിലെ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ. അൺഹൈബ്രിഡൈസ്ഡ് ആയിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺ ആയിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പൈബോണ്ട് ഫോർമേഷൻ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആൻസർ sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ? കാർബണിൻ്റെ അലോട്രോപ്പ് ഇതിൽ അല്ലാത്തത് ഏതാണെന്നാണ്.
അപ്പോൾ അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ രൂപാന്തരത്വം. അലോട്രോപ്പ് രൂപാന്തരം. അപ്പോൾ എന്താണ് രൂപാന്തരത്വം എന്ന് പറഞ്ഞാൽ? അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരേ മൂലകം വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയുക. സോ സെയിം എലമെൻറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, അതാണ് അലോട്രോപ്പി. അപ്പോൾ ഇവിടെ ഡയമണ്ട് ഉണ്ട്, ഫുള്ളറിനുണ്ട്, ഡ്രൈ ഐസ് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്. ഏതായിരിക്കും ഇതിൽ പെടാത്തത്? അലോട്രോപ്പിൽ പെടാത്തത് ഡ്രൈ ഐസ്. വാട്ട് ഈസ് ഡ്രൈ ഐസ്? മുൻ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഡ്രൈ ഐസ് ഈസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡായ ഡ്രൈ ഐസ് കാർബണിൻ്റെ എന്തല്ല? അലോട്രോപ്പ് അല്ല. അപ്പോൾ അലോട്രോപ്പി കാർബണിൻ്റെ 2 ടൈപ്പ് അലോട്രോപ്പ്. നമ്മൾ സാധാരണ അലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളർ എന്നങ്ങ് പറയുകയാണ് ചെയ്യുക. ശരിക്കും കാർബണിൻ്റെ അലോട്രോപ്പ് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. 2 ടൈപ്പ് അലോട്രോപ്സാണ് കാർബൺ ആദ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. അതിൽ ക്രിസ്റ്റലൈനിൽ വരുന്നതാണ് ഏതൊക്കെ? ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറിനും. ഓക്കെ, സോ ആൻസർ ഈസ് സി. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ പെറോക്സൈഡ് കനോട്ട് ബിഹേവ് ആസ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡിന് ഇനി പറയുന്നതിൽ ഏതായിട്ടാണ് പെരുമാറാൻ കഴിയാത്തത്? ഏതായിരിക്കും? ആസിഡായിട്ടാണോ, ഓക്സിഡൈസറാണോ, ബേസായിട്ടാണോ, ബ്ലീച്ചിങ് ഏജൻ്റായിട്ടാണോ ആക്ട് ചെയ്യാൻ കഴിയാത്തത്? ഹൈഡ്രജൻ പെറോക്സൈഡിന് ആക്ട് ചെയ്യാൻ കഴിയാത്തത് ബേസായിട്ടാണ്. It is not acting as a base. It can donate hydrogen, so it is acting as an acid. Then it is an oxidizer because it can donate oxygen. It is a bleaching agent because oxygen atom can be, nascent oxygen atom can be produced. പക്ഷേ ഇതിനൊരിക്കലും എന്തായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല? ബേസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം, BOH thrice ഈസ്. എന്താണ് BOH thrice എന്ന് പറഞ്ഞാൽ? H3BO3. H3BO3 ഓർത്തോബോറിക് ആസിഡ് അല്ലേ? ഓർത്തോബോറിക് ആസിഡ് എന്നാണ് പറയുക. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കണ്ടാൽ CaOH ട്വൈസ് പോലെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ അത് കണ്ടാൽ ഉടനെ നമുക്ക് തോന്നുന്നത് ബേസ് ആണെന്ന് തോന്നും. പക്ഷേ അത് OH മൈനസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ബേസ് അല്ല BOH thrice. അത് H3BO3 എന്ന ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ട്രൈബേസിക് ആണോ, മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ എന്നാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ ആസിഡാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോയ്സ് നമുക്ക് പരിഗണിക്കേണ്ട. ട്രൈബേസിക് ആസിഡ് ആണോ എന്നാണ് അറിയേണ്ടത്. 3H കൊടുക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് അത് ട്രൈബേസിക് ആസിഡ് അല്ല. ചോയ്സ് എയും ഡിയും പരിഗണിക്കേണ്ടതില്ല, കാരണം രണ്ടിലും ബേസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2 ചോയ്സ് നോക്കണം, ബിയും സിയും. അതിൽ ഏതാണെന്നാണ് അറിയേണ്ടത്. ട്രൈബേസിക് ആസിഡ് ആണോ, മോണോബേസിക് ആസിഡ് ആണോ എന്നാണ് അറിയേണ്ടത്. 3H കാണുന്നത് കൊണ്ട് നമുക്ക് തോന്നും അത് ട്രൈബേസിക് ആസിഡാണ്. പക്ഷേ ഇതിൽ എച്ചിനെ കൊടുക്കുന്ന കഴിവനുസരിച്ചല്ല BOH thriceൻ്റെ ആസിഡിറ്റി പറയുന്നത്. ഇതിൽ എത്ര OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഇവിടെ നമുക്ക് എന്ത് പറയാൻ കഴിയുക? അസിഡിറ്റി പറയാൻ കഴിയുക. ഹിയർ ബോറോൺ ഈസ് എൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ആറ്റം. അതുകൊണ്ട് ബോറോണിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് OH മൈനസിനെ പോലത്തെ ഗ്രൂപ്പ് വരുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി കിട്ടുക. അതുകൊണ്ട് തന്നെ OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു OH മൈനസിനെ സ്വീകരിക്കുന്നത് കൊണ്ട് ഇതെന്തായിരിക്കും? ഒരു മോണോബേസിക് ആസിഡ് ആയിരിക്കും. അല്ലാതെ H+നെ കൊടുക്കുന്ന കൺസെപ്റ്റ് അല്ല നമ്മളിവിടെ പരിഗണിക്കേണ്ടത്. സോ ആൻസർ ഈസ് സി. 25 ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയ ശേഷമായിരിക്കും ഈ എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ടായിരിക്കുക. ഇമാജിനേഷനിൽ നിന്നാണ് നിങ്ങൾ ഈ 5 ചാപ്റ്ററുകളിലെയും 25 ചോദ്യങ്ങളിലൂടെ കടന്നുപോയത്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. മനസ്സിലൂടെ കെമിസ്ട്രിയുടെ ചിത്രങ്ങൾ രൂപീകരിക്കാനുള്ള ഈ കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കുക. എങ്കിൽ കേൾക്കുന്ന സമയത്ത് തന്നെ, ഓഡിയോ കേട്ടാൽ തന്നെ നമുക്ക് കണ്ടൻറ്റ് ഉള്ളിലൂടെ നമ്മളെ മനസ്സിലൂടെ കൊണ്ടുപോകാനുള്ള കഴിവ് ലഭിക്കും. മലയാളത്തിലെ വളരെ എഫക്റ്റീവായിരിക്കുന്ന ഒരു ചാനലായിട്ട് വളർന്നു വരുന്ന SPCL ബോണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. +1 സിലബസിലെ ശേഷിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.